ഒരു കാലത്ത് കേരളത്തെ പിടിച്ചുകുലുക്കിയ വലിയ സംഭവമായിരുന്നു സോളാർ സംഭവം അല്ലെ? സരിതാ നായരെല്ലാം നിറഞ്ഞു നിന്ന സംഭവത്തിന് സമാനമായി കൊല്ലത്ത് KSUവിൻ്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ കുട്ടി നേതാക്കളുമായി ബന്ധപ്പെട്ട ഒരു ഹണി ട്രാപ്പ് കേസ് അങ്ങനെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അതെ, ഈ 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വേട്ടയാടിയ 2012-13 വേട്ടയാടിയ ഒരു സംഭവമാണ് സോളാർ കേസ്. സോളാർ വീടുകളിൽ സോളാർ സ്ഥാപിക്കാൻ, വലിയ കമ്പനികളിൽ സോളാർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു കമ്പനി ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പണപ്പിരിവ് നടത്തി ആ പണവും മറ്റ് വഴിവിട്ട് ചെലവാക്കി പലരെയും അവരുടെ തട്ടിപ്പിനിരയാക്കി എന്നുള്ളതാണ് കേസ്. സരിത എന്നൊരു സ്ത്രീ ഈ കമ്പനിയുടെ ഉടമസ്ഥയായിട്ട് സരിത ഒരു വലിയ ലിസ്റ്റ് തന്നെ കൊടുക്കുന്നു. പിന്നീട് അതായിരുന്നു ചർച്ച, ലിസ്റ്റിൽ ആരെല്ലാം പേരുണ്ട്, ഈ സരിതയെ ആരൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു തുടങ്ങി അങ്ങനെ വലിയ വലിയ ചർച്ചകളിലേക്ക് പോയി. അത് പിന്നീട് ആ കേസ് ഒന്നും അല്ലാതായി തീരുന്ന കാഴ്ചയും കേരളം കണ്ടു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ കുട്ടി നേതാക്കൾ KSU, കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന KSU, അതിലെ നേതാക്കളാണ് ഇപ്പോൾ ഈ ഹണി ട്രാപ്പിൽ പെട്ടിരിക്കുന്നത്. അവർ കൊല്ലത്താണ് ഈ സംഭവം. ആഷിഖ് ബൈജു എന്ന് പറയുന്ന KSUവിൻ്റെ ജില്ലാ നേതാവിനെതിരെ, ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹം, ജനറൽ സെക്രട്ടറിയാണ് ആഷിഖ് ബൈജു. ഈ ജനറൽ സെക്രട്ടറിയാണ് പരാതിക്കാരൻ. അയാൾ പരാതിപ്പെട്ടിരിക്കുന്നത് സ്വന്തം വിദ്യാർത്ഥി യൂണിയനിൽ KSUവിൻ്റെ തന്നെ ജില്ലാ നേതാക്കൾക്കെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. അത് ജില്ലാ നേതാക്കൾ മാത്രമല്ല, സംസ്ഥാന തലത്തിലും ഉൾപ്പെടുന്നവരാണ്. അതിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ, ഈ 3 പേർക്കെതിരെയുമാണ് പരാതി. അതായത് ഒരു സ്ത്രീ ഈ ആഷിഖ് ബൈജു തന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്ന വോയിസ് ക്ലിപ്പ്, ശബ്ദ സന്ദേശം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തന്നിൽ നിന്ന് പണം തട്ടി എന്നാണ് ആഷിഖ് ബൈജുവിൻ്റെ പരാതി. നമുക്കറിയാം, KSU എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ആവേശവും പ്രതീക്ഷയും രോമാഞ്ചവും ഒക്കെ ആയിരുന്നു. ഈ KSU സംഭാവന ചെയ്ത നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകും. AK ആൻ്റണി മുതൽ, വയലാർ രവി മുതൽ, ഉമ്മൻചാണ്ടി മുതൽ ഒട്ടനവധി നേതാക്കളെ, ഇന്നിതാ കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന KC വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കൾ, VD സതീശൻ, ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ MLA മാരും ഈ പ്രതിപക്ഷത്താണ് ഇന്ന് കോൺഗ്രസ് ഇരിക്കുന്നത്. ആ പ്രതിപക്ഷ നിരയിലെ മികച്ച നേതാക്കളെ വാർത്തെടുത്തത് KSU ആണ്. KSUവിലൂടെയാണ് അവർ വളർന്നത്. ആ KSUവിനാണ് ഇന്ന് ഈ ദുരവസ്ഥ നേരിട്ടിരിക്കുന്നത്. KSUവിൻ്റെ ഒരു ജില്ലാ നേതാവ്, സംസ്ഥാന നേതാക്കളടക്കം തന്നെ ഹണി ട്രാപ്പിൽ കുരുക്കി തന്നിൽ നിന്ന് പണം വസൂലാക്കി എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ KSU വാസ്തവത്തിൽ എന്താ പറയുക, ഒരു വലിയ പ്രതിസന്ധി, അധപ്പതനം ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് നമുക്കറിയാം, കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ നിന്ന് KSU അപ്രത്യക്ഷമായി. SFIയുടെ അപ്രമാദിത്വം, ABVP പേരിന് ചില സ്ഥലങ്ങളിൽ മാത്രം ABVPക്ക് സ്വാധീനമുള്ള ചില കേന്ദ്രങ്ങളിൽ മാത്രം അവർ പ്രവർത്തിക്കുന്നു. ബാക്കി അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ ക്യാമ്പസുകളെ പിടിച്ചു കുലുക്കുകയും ആ ക്യാമ്പസുകളെ കാൽക്കീഴിലിട്ട് ഞെരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി, ഒരു വിദ്യാർത്ഥി സംഘടനയായി SFI മാറി എന്ന് പൊതുവെ നാട്ടിൽ സംസാരവും ആക്ഷേപവും ഒക്കെ ഉണ്ട്. പക്ഷെ പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് KSU ഒരു വലിയ സമര വീര്യമുള്ള ഒരു സംഘടനയായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ പ്രവർത്തനമുണ്ടായിരുന്നൊരു സംഘടനയായിരുന്നു. ഈ SFIയോട് രാഷ്ട്രീയമായി വെല്ലുവിളിച്ച് നിൽക്കാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു. മലബാറിൽ MSF എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി യൂണിയനാണ് ശക്തിയുള്ളതെങ്കിലും കൊച്ചി, തിരുവിതാംകൂർ, തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും KSUവിന് വലിയ വേരോട്ടമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു, നല്ല പ്രവർത്തനമുണ്ടായിരുന്നു. ആ KSU ആണ് ഇന്ന് പടവലങ്ങ പോലെ വളർന്ന് താഴേക്ക് പോകുന്നത്. ഇത് നമുക്കറിയാം. KSU കോൺഗ്രസ്
സമ്പൂർണ്ണമായിട്ടും ഏതാണ്ട് ഒരു 2014-15 മുതൽ ഇങ്ങനെ 2022 വരെ വലിയ തിരിച്ചടിയാണ് KSUവിന് നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ കെ സുധാകരൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നതിന് ശേഷം ഈ KSU വലിയ രീതിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കേരളത്തിൽ SFIയുടെ തിട്ടൂരങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംഘടനയല്ല KSU, മറിച്ച് അതിൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ടെന്നും അതൊരു പോരാടുന്ന വിദ്യാർത്ഥി സംഘടനയാണെന്നും തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഈ സുധാകരൻ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ KSUവിൽ നിന്നുണ്ടായത്. അദ്ദേഹം ആദ്യം ചെയ്തത് ഈ വിദ്യാർത്ഥി സംഘടനയെ, തകർന്നു കിടന്ന വിദ്യാർത്ഥി സംഘടനയെ 14 ജില്ലകളിലും പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു. അതിലൂടെ മികച്ച നേതാക്കളെ രംഗത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ പോലെയുള്ളവർ KSUവിലൂടെ വളർന്നു വന്നവരാണ്. ഇന്ന് ഷാഫി പറമ്പിൽ MP ആയി, വടകരയിൽ നിന്ന് MP ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം KSUവിൻ്റെ സമുന്നതനായൊരു നേതാവായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പല ചെറുപ്പക്കാരും KSUവിലൂടെ വളർന്നു വന്നവരാണ്. ഞാൻ പലരുടെയും പത്രസമ്മേളനം അടക്കം, ഹൈബിയുടെ ഇങ്ങനെയൊക്കെയുള്ളവരുടെ പത്രസമ്മേളനം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരെ പലരെയും പരിചയവുമുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം നടത്തി പോർന്നവരാണ്. അന്നത്തെ കാലത്ത് അന്ന് SFI കേരളത്തിൽ അന്നും ഇന്നും ഒരു വലിയ ശക്തിയാണ്. SFIയോട് മുട്ടി നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഏതാനും ചില കോളേജുകളിൽ ഈ ABVPയും KSU ഒക്കെ SFIയോട് പിന്നെ ഏറ്റുമുട്ടി നിൽക്കുന്നു, അവർക്ക് വിജയമുണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SFIയുടെ ഒരു എന്താ പറയേണ്ട ഒരു ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു അനിഷേധ്യമായ ശക്തിയായിട്ട് SFI നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. ആ കാലത്താണ് KSU ഇത്തരത്തിൽ ഒരു ഈ പറയുന്നത് പോലെ നേതാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞതുപോലെ ചേരിപ്പോരും തമ്മിത്തല്ലും ഒക്കെ ആയി KSU അങ്ങ് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇതിനേക്കാൾ വലിയ ഒരു അപജയം വരാനില്ല. ഒരു ജില്ലാ നേതാവ്, ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നയാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റിനും ജില്ലാ പ്രസിഡന്റിനുമെതിരെ പരാതി കൊടുക്കുക, തന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുക, അതിന്മേൽ പോലീസ് അന്വേഷണം. ഇപ്പോൾ പോലീസ് കൃത്യമായിട്ട് വകുപ്പുകളൊക്കെ ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 308, 351, 225, 61 എന്നീ വകുപ്പുകളിട്ടാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ 1ഉം 2ഉം പ്രതികളും ജില്ലാ പ്രസിഡന്റ് 3ആം പ്രതിയുമായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ പരസ്പരം സഹായിച്ചും ഗൂഢാലോചന നടത്തിയും ഈ ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെതിരെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പ്രഥമ ദൃഷ്ട്യ പോലീസ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ. അതൊക്കെയാണ്. എന്തായാലും KSUവിനെ സംബന്ധിച്ച് പൊതുവെ UDFും കോൺഗ്രസും വലിയ വെല്ലുവിളി നേരിടുന്ന ഈ കാലത്ത് KSUവിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി യൂണിയൻ എന്നുള്ള നിലയ്ക്ക് KSUവിന് അത് വലിയ തിരിച്ചടി തന്നെയാണ്. KSU ഇക്കാര്യത്തിൽ നേതൃത്വം ഇടപെട്ട്, KPCC നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ട് ഇത്തരം കുഴപ്പങ്ങൾ പരിഹരിക്കണം. ഇത് വെറുമൊരു ചേരിപ്പോരിൻ്റെ മാത്രം സൃഷ്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് മറ്റെന്തൊക്കെയോ അതിനുള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട്. അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു സ്ത്രീ വെറുതെ വന്ന് ഒരാളെ ഭീഷണിപ്പെടുത്തുക, തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ മറ്റു ചിലർ ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക, ഇതൊന്നും നിസ്സാരമായി കാണാവുന്ന കുറ്റകൃത്യങ്ങളല്ല. അതുകൊണ്ട് വളരെ ആഴത്തിൽ പോലീസ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇത് വലിയ ദോഷങ്ങളിലേക്ക് പോകും. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രബോധം നൽകുന്നതിന് വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം, വിദ്യാർത്ഥികളിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ട്. അവരെ രൂപപ്പെടുത്തുന്നതിൽ, അവരെ രാഷ്ട്രത്തിന് അഭിമുഖമായി ചിന്തിക്കുന്നതിൽ, അവരെ എന്താ പറയുക, രാഷ്ട്രത്തിനോട് കൂറുള്ള പൗരന്മാരായി വാർത്തെടുക്കുന്നതിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും ക്യാമ്പസ് രാഷ്ട്രീയത്തിനും വലിയ പങ്കുണ്ട്. അതിൻ്റെ മഹത്വവും പാരമ്പര്യവും നമ്മൾ കളഞ്ഞു കുളിക്കാതിരിക്കണം. വരും തലമുറയെ ഈ നമ്മുടെ പാരമ്പര്യവും ചരിത്രവും ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ശരിയായ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ മുതിർന്ന ഏത് പാർട്ടിയാണെങ്കിലും, അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും, ആ പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
അവർ തമ്മിൽ ഈ പറയുന്നത് പോലെ കലഹവും ചേരിപ്പോരും അല്ല വേണ്ടത്, മറിച്ച് ഈ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് വരേണ്ടത്. യുവരക്തമാണ്, അതിന് തിളപ്പ് കൂടും. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിനെ വഴിതിരിച്ചു വിടേണ്ടത്, അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്കല്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.